ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവധൻ, ഹേ ശിവധൻ, ശിവധൻ, എന്റെ ശിവധൻ എവിടെ പോയി? ഖുഷ്മ, 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 നീ എവിടെയാണ്? എന്തു പറ്റി സുദേഹ? ശിവധനെ കാണാനില്ല. എവിടെ പോകാനാ ശിവധൻ? എന്നോടാണോ ചോദിക്കുന്നത്? പോയി തിരയെന്നേ. ദൈവത്തിന് അറിയാം എവിടെ പോയെന്ന്. എന്റെ മകനെ തിരയൂ. ഞാൻ നോക്കട്ടെ. ശിവധൻ, ശിവധൻ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവധൻ, എന്തു പറ്റി? ശിവധൻ. അറിയില്ല, എവിടെ പോയി കാണും? കട്ടിലില്ല, വീട്ടിലില്ല, അടുത്തൊന്നുമില്ല. എവിടെ പോയോ എന്തോ. എവിടെ പോയിരിക്കും? വരൂ, അന്വേഷിക്കാം. വാ നോക്കാം. എവിടെ തേടാനാ? എവിടെ പോയി മോനെ? എന്റെ മോനെ, എന്റെ മോനെ ശിവധൻ. വിശ്വനാഥ, എന്നെ ഇങ്ങനെ പുത്രവിയോഗത്താൽ വിഷമിപ്പിക്കുവാനായി എന്തിനൊരു പുത്രനെ തന്നു? തന്ന ശേഷം അവനെ എന്തിന് എന്നിൽ നിന്ന് അകറ്റുന്നു? അവന്റെ വിയോഗത്തിന്റെ അഗ്നിയിൽ എന്നെ എന്തിനെരിയിക്കുന്നു? അങ്ങ് കരുണാസാഗരനല്ലേ? കൃപാനിധിയല്ലേ? ഭക്തരക്ഷകനല്ലേ? എന്റെ വിളി കേൾക്കണേ ഭഗവാൻ. എന്റെ പുത്രൻ ശിവധനെ എനിക്ക് നൽകണേ. എന്റെ പുത്രൻ ശിവധനെ എനിക്ക് നൽകണമേ. എന്റെ പുത്രനെ നൽകണേ. ഓം നമഃ ശിവായ. 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 എന്റെ മോനെ ശിവധൻ, എന്റെ പൊന്നുമോനെ ശിവധൻ, എന്റെ മോനെ. കുഷ്മേ, ഓ പ്രഭു, പ്രഭു. നിന്റെ നിഷ്ഠയും സമർപ്പണ ബുദ്ധിയും കാരണമാണ് നിന്റെ പുത്രന് പുതിയൊരു ജീവൻ ലഭിച്ചത്. നിന്റെ ജ്യേഷ്ഠത്തി സുദേഹയാണ്. സപത്നിയുടെ ഈർഷ്യ കാരണം നിന്റെ പുത്രൻ ശിവധനെ വധിച്ച് ജലത്തിൽ എറിഞ്ഞത്. ഈ ദുഷ്ട ഈ അപരാധം മൂലം ദണ്ഡന അർഹിക്കുന്നു. ഞാൻ ഇവൾക്ക് ദണ്ഡന നൽകും. ക്ഷമിക്കണേ ഭഗവാൻ, ജ്യേഷ്ഠത്തിയോട് ക്ഷമിക്കണേ. ഈ അപരാധിയോട് ക്ഷമിക്കണേ പ്രഭു. എന്റെ ബുദ്ധി നശിച്ചിരുന്നു. നിന്റെ പതിക്ക് വേണ്ടി നീ ത്യാഗം ചെയ്തു. അതാധാരമാക്കി ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. എങ്കിലും നീ കുഷ്മയോടും ശിവധനോടും ക്ഷമയാചിക്കണം. അവർ നിന്നോട് ക്ഷമിക്കട്ടെ. കുഷ്മേ, നിന്റെ തപസ്സിലും ഭക്തിയിലും ഞാൻ അത്യന്തം പ്രസന്നനാണ്. നീ വരദാനത്തിന് അർഹയാണ്. പറയൂ, എന്ത് വരം വേണം? ഭഗവാൻ, അങ്ങ് എന്നിൽ പ്രസന്നനെങ്കിൽ എന്റെ സന്തോഷത്തിനും ജനരാശിയുടെ മംഗളത്തിനുമായി അങ്ങ് ഇവിടെ ജ്യോതിർലിംഗ രൂപത്തിൽ എന്നേക്കുമായി വിരാജിച്ചരുളണം. തഥാസ്തു. ഹര
ഞാനിവിടെ ഘുഷ്മേശ്വർ ജ്യോതിർലിംഗം എന്ന നാമത്തിൽ അറിയപ്പെടും. ഏതൊരു ഭക്തൻ ഭക്തിഭാവത്തോടെ ഘുഷ്മേശ്വർ ജ്യോതിർലിംഗത്തെ ആരാധിക്കുന്നുവോ അവന്റെ മാറാരോഗ്യങ്ങൾ മാറിക്കിട്ടും. മൃത്യുവിലെത്തിയ വ്യക്തിക്ക് കൂടി പുനർജീവൻ ലഭിക്കും. മംഗളം ഭവ. ദേവാദിദേവൻ ഭഗവാൻ ശ്രീ ഘുഷ്മേശ്വരൻ ജയിക്കട്ടെ. ശിവഭക്തർ തൻ പ്രാർത്ഥന കേട്ടു സങ്കടമുക്തിക്കായി. ശിവഭക്തർ തൻ പ്രാർത്ഥന കേട്ടു സങ്കടമുക്തിക്കായി. ജ്യോതിർലിംഗ സ്വരൂപം പൂണ്ടു ശിവശങ്കരനാം ദേവൻ. ശിവശങ്കരനാം ദേവൻ, 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 ശിവശങ്കരനാം ദേവൻ. സുധർമ്മൻ എന്നൊരു ബ്രാഹ്മണൻ ഒരു നാൾ ദേവഗിരി നികടത്തിൽ സുദൈഹ ഘുഷ്മ എന്നീ പത്നികളൊപ്പം ശിവനെ ഭജിച്ചു. ശിവകൃപയാലേ ഘുഷ്മാദേവിക്കാൺ കുഞ്ഞൊന്നു പിറന്നു. നിസ്സന്താനതപത്താൽ സുദൈഹ കോപാവേശം പൂണ്ടു. ഘുഷ്മാപുത്രനെ നിർദ്ദയം അങ്ങു ഹനിച്ചു കുളത്തിലെറിഞ്ഞു. പ്രത്യക്ഷനായി ഘുഷ്മേശ്വര രൂപത്തിൽ ശങ്കരനവിടെ ക്ഷമയാചിച്ചു സുദൈഹ സാംബ സദാശിവൻ മന്ദഹസിച്ചു. ഘുഷ്മേശ്വര ലിംഗാരാധന ചെയ്വോർക്കു ലഭിക്കും മോക്ഷം. ഘുഷ്മേശ്വര ശ്രീ ശിവാ നമോ, 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 ഘുഷ്മേശ്വര ശ്രീ ശിവാ നമോ. ഏതു പ്രകാരം ഘുഷ്മയ്ക്ക് ശിവഭക്തി മൂലം മനോവാഞ്ചിതം സഫലമായോ അപ്രകാരം പാർവതിക്കും നിങ്ങളെല്ലാവർക്കും ശിവഭക്തിയും ആരാധനയും മൂലം മനോകാമനകൾ സഫലമാകും. ഓം നമ ശിവായ. ഇവിടെയെങ്ങും ആരെയും കാണാനേ ഇല്ലല്ലോ. നാലുപാട് ശ്രദ്ധിച്ചു നോക്കി ആരെങ്കിലും ഉണ്ടാകും. സൂക്ഷിച്ചു നോക്കി, ശ്രദ്ധിച്ചു നോക്കി, ആരുമില്ല. നമ്മൾ ദേവന്മാരെ ഒന്നും പിടിക്കാതെ മഹാരാജ താരകാസന്റെ മുന്നിൽ ചെന്നാൽ നമ്മെ ശകാരിക്കും. ശകാരമല്ല, ദണ്ഡന ലഭിക്കും. മഹാരാജാവിന്റെ ദണ്ഡന അതികഠിനമായിരിക്കും. ദൂരെ ദൂരെ കൂടെ ആരെയും കാണുന്നില്ലെങ്കിൽ നമ്മൾ ആരെ പിടിക്കും? ഈ ചോദ്യം നീ ഇവിടെ ചോദിച്ചത് നന്നായി. അവിടെ മഹാരാജാവിന്റെ മുന്നിൽ ചോദിക്ക്. നിന്റെ പ്രാണന്റെ കാര്യം തന്നെ പ്രശ്നമായി മാറിയിരിക്കും. ഇതെല്ലാം എന്നോട് എന്തിനു പറയുന്നു? ഞാൻ എന്ത് ചെയ്തു? ദേവന്മാരെ പിടിക്കാൻ കഴിയാത്തതിൽ ഞാനാ കുറ്റക്കാരൻ. എന്നാൽ നിങ്ങളും കുറ്റക്കാരാ. നമ്മൾ ഇവിടെ തർക്കിച്ചുകൊണ്ടിരുന്നാൽ ഒരു പ്രയോജനവുമില്ല. നമുക്ക് നല്ലത് ഇവിടെ നിന്ന് നീങ്ങി ആ ദേവന്മാരെ തിരിയണം, അവരെ പിടിക്കണം. ദേവരാജ, ദേവരാജ, ഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ ദൃഷ്ടി താരകാസുരന്റെ അസുരന്മാരിൽ പതിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആ രാക്ഷസന്മാർ നമ്മളെ കണ്ടിരുന്നെങ്കിൽ അനർത്ഥമാകുമായിരുന്നു. ഈ അനർത്ഥം എന്താ കുറവാണോ? നാം സ്വർഗത്തിന് അധീശരായിട്ട് കൂടി ഭീരുക്കളെ പോലെ അങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ബ്രഹ്മദേവന്റെയും മഹാദേവന്റെയും അടുത്ത് എന്ന് അനേകം തവണ പ്രാർത്ഥിച്ചതാണ് ഇതിന് അറുതി വരുത്താൻ. ഇതുവരെയും സമയവും കാത്തിരിക്കാനുള്ള ഉപദേശം മാത്രമാണ് ലഭിച്ചത്.